വൈകി എഴുന്നേറ്റതിനാൽ അത്താഴം കഴിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ കുറച്ച് വെള്ളം കുടിച്ച് നോമ്പ് തുടർന്നു. ആ നോമ്പ് സ്വീകാര്യമാണോ? അതെ, ഇത് നോറ്റു വീട്ടേണ്ടതുണ്ടോ എന്ന്. നോമ്പ് സ്വീകാര്യമാണ്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിട്ട് അതല്ലെങ്കിൽ സൂര്യ ഉദയമല്ലല്ലോ, ഉദയമല്ല അവിടെയുള്ള ഫജ്റിൻ്റെ സമയമാണ്. അതാണ് നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ ഫജ്റിൻ്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? വെള്ളമാണെങ്കിൽ വെള്ളം കുടിച്ചു. ഇനി വെള്ളം കുടിച്ചിട്ടുമില്ല, നമ്മൾ രാത്രി നിയ്യത്തുണ്ട് എങ്കിൽ ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നതാണ് നമ്മൾ ഉണരുന്ന സമയത്ത് അറിയുന്നത്, ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ നിയ്യത്തിൽ അങ്ങനെ തുടർന്നാൽ മതി. അപ്പോൾ അത്താഴം എന്നത് നോമ്പ് തുടങ്ങാൻ ഒരു ഷർത്തായിട്ടുള്ളൊരു കാര്യമല്ല. കഴിയുമെങ്കിൽ ചെയ്യണം. വളരെ മുഅക്കദായ ഒരു സുന്നത്താണ്, ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുവരെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ നോമ്പും മറ്റുള്ളവരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്താഴം ഒഴിവാക്കരുത്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്താഴം ഇല്ലെങ്കിലും നോമ്പ് ശരിയാകും, ആ നോമ്പിന് ഒരു കുഴപ്പവുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വല്ലാഹു അലം. ഇതോടൊപ്പം ഈ ചോദ്യത്തെ മറ്റൊരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, എണീറ്റപ്പോഴേക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് വെള്ളം കുടിച്ചു തുടർന്നു, അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചു തുടർന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ വിധി? ഇല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. അത് ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നിയ്യത്തുണ്ടല്ലോ. ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നാം നോമ്പുകാരനാണ് എന്ന നിയ്യത്ത്, ആ നിയ്യത്ത് അങ്ങനെ തുടരുക, അതാണ് ചെയ്യേണ്ടത്. സുബഹിയുടെ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യരുത്? വെള്ളം കുടിക്കും ചെയ്യരുത്, ഭക്ഷണം കഴിക്കും ചെയ്യരുത്. ഇപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, വായിൽ വച്ച ഭക്ഷണം ബാങ്ക് വിളിക്കുകയാണെങ്കിലും അത് പൂർത്തിയാക്കിയതിന് ശേഷം അത് സുബഹിയുടെ ബാങ്ക് ആണെങ്കിൽ വായിൽ വെച്ചത് ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയ തന്നെ വേണ്ടതുണ്ട്. അതെ, അത് പിന്നെ നോമ്പിന് സമയത്താകട്ടെ അല്ലാത്ത സമയത്താകട്ടെ 2 ബാങ്കുകളുണ്ടല്ലോ. ആ 2 ബാങ്കുകളിൽ ആദ്യ ബാങ്കിൻ്റെ സമയത്താണെങ്കിൽ അതൊക്കെ ശരിയാകുന്നു. അതാണ് 2 ബാങ്കിൽ ഒന്നാമത്തെ ബാങ്കിൻ്റെ സമയത്താണ് എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അതൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്.